So, good morning, all of you. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ദീപക് സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം, ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് ഗ്രാഫിക്സിന്റെ ക്ലാസ് ഇനി എൻ്റെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിന് വരെ ഞാൻ ഈ ഗൂഗിൾ മീറ്റിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം അതാണ്, ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, ഗൂഗിൾ മീറ്റിന്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ലിങ്ക് തന്നെ ആയിരിക്കും എല്ലാ ദിവസവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്റെ ക്ലാസ് എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക്. ട്യൂസ്ഡേ 11:15 സെക്കൻഡ് പീരീഡ്. ദെൻ ഫ്രൈഡേ 11:15 ഒരു പീരീഡ് ഉണ്ട്. പിന്നെ 2 PM ഒരു പീരീഡ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 പീരീഡാണ് ഉള്ളത്. അപ്പൊ ആ സമയം ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ട്യൂസ്ഡേ 11:15, ദെൻ ഫ്രൈഡേ 11:15 ആൻഡ് ഓൾസോ 2 PM. ഫ്രൈഡേ 2 PM. ഫ്രൈഡേയിൽ 2 പീരീഡ് ഉണ്ട്. 11:15 ഒരു പീരീഡ് ഉണ്ട്, 2 PM ഒരു പീരീഡ് ഉണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ദെൻ ഇന്ന് മുതൽ അങ്ങോട്ട് ഞാൻ എടുക്കുന്ന ക്ലാസ്സസിന്റെ റെക്കോർഡഡ് വീഡിയോ, ഇപ്പൊ ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ വീഡിയോ ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ വീഡിയോ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എൻ്റെ ഒരു ചാനലുണ്ട്, ആ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അതിലൊരു ഡോക്യുമെന്റിലാക്കിയിട്ട് അതിന്റെ ഹെഡിങ് എന്താണ് ടോപ്പിക്, ഓക്കെ, നിങ്ങൾക്ക് കുറെ വീഡിയോസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഏത് ടോപ്പിക്കാണ് എന്നുള്ളത്, നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഏത് ടോപ്പിക്കാണ്, ഏത് മോഡ്യൂളാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ആയിട്ട്, ഒരു PDF ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിന്റെ പ്രീവിയസ് വീഡിയോ, എന്റെ ക്ലാസിന്റെ പ്രീവിയസ് വീഡിയോ വേണമെങ്കിൽ ആ ഡോക്യുമെന്റിൽ പോയിട്ട് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിന്റെ അവിടെ നോക്കിയാൽ അതിന്റെ ഒരു യൂട്യൂബ് ലിങ്ക് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിന്റെ വീഡിയോ കിട്ടും. സിമിലർലി പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ്, സോളിഡ്സ്, അങ്ങോട്ട് ഇനിയുള്ളതെല്ലാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇന്നത്തെ ക്ലാസ്സസിന്റെ തൊട്ട് വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് തരും. അതൊരു ഡോക്യുമെന്റിലായിരിക്കും ഞാൻ തരുന്നത്. ആ ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് എന്നുള്ളത്, അത് ഏത് മോഡ്യൂൾ ആണെന്നുള്ളതും കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 2.3 എടുക്കുക, വർക്ക് ബുക്കിലെ 2.3. ഓക്കെ, ദീപക്, അതില് എത്രാമത്തെ പ്രോബ്ലം വരെയായിരുന്നു നമ്മൾ ചെയ്തത്? പ്രോബ്ലം പേജ് നമ്പർ 2 ഏതുവരെയാണ്? 4th. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോബ്ലം നമ്പർ 5. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. പോയിന്റ് ഇ. So point E is on HP and 50 millimeter in front of VP. Okay. ദീപക്, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് എന്നുള്ള എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുമല്ലോ? ശരി, ഓക്കെ. സോ പോയിന്റ് ഇ ഈസ് ഓൺ HP. അപ്പൊ ഞാൻ ഇവിടെ ക്വാഡ്രന്റ് വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതാണ് HP എന്ന് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് XY ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി XY ലൈൻ ആൻഡ് ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോയിന്റ് ഇ ഈസ് ഓൺ HP. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു പോയിന്റ് ഇവിടെ HP-യിൽ മാർക്ക് ചെയ്തു. ഇവിടെ HP-യിൽ ആ പോയിന്റിന്റെ പേരെന്താണ്? പോയിന്റ് ഇ എന്നാണ്. ഓക്കെ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു പോയിന്റ് ഇ. സോ പോയിന്റ് ഇ ഈസ് ഓൺ HP ആൻഡ് 50 millimeter in front of VP. VP-യിൽ നിന്ന് 50 millimeter ഫ്രണ്ടിലോട്ട് മാറിയിട്ടാണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 50 millimeter. 50. This distance is 50 millimeter. So here point E is on HP and 50 millimeter in front of VP. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഇപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ ഇതാണ്. ആൻഡ് ഓൾസോ ഡ്രോ ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിന്റെ ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്റെ മനസ്സിൽ കാണണം. അപ്പൊ പോയിന്റ് ഈ HP-യിലായതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ നേരെ എവിടെ വരും? അതിന്റെ ഇമേജ് നേരെ XY ലൈനിൽ വരും. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ വിത്ത് ഡാഷ്.
So small letter E with a dash, that is the front view. Okay. ഇനി ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇ എന്നുള്ള പോയിന്റ് എവിടെ തന്നെയാണ്? ഇ ഓൺ എച്ച് പി ആണ്. അപ്പൊ ആ പോയിന്റിൽ തന്നെ ആയിരിക്കും എന്ത്? ടോപ്പ് വ്യൂ വരുന്നത്. ഓക്കെ. ദെൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? റൊട്ടേറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് കറങ്ങുന്നത് എങ്ങോട്ടാ? ഇങ്ങോട്ടാ ക്ലോക്ക് കറങ്ങുന്നത്. റൊട്ടേറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നമ്മുടെ ടോപ്പ് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഇത്രയും നമ്മൾ മനസ്സിൽ കാണുകയാണ്. ഇനി എന്റെ കൂടെ വരയ്ക്കുക, നിങ്ങളുടെ വർക്ക് ബുക്കിൽ വരയ്ക്കുക. ആദ്യം എന്ത് വരയ്ക്കണം? ഡ്രോ ദി എക്സ് വൈ ലൈൻ. എല്ലാവരും എന്റെ കൂടെ വരയ്ക്കുക. ഡ്രോ ദി എക്സ് വൈ ലൈൻ. ഡ്രോ ദി എക്സ് വൈ ലൈൻ. Draw the XY line and then mark E dash on the ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. XY ലൈനില് മാർക്ക് എ പോയിന്റ്, അവിടെ E dash എന്ന് മാർക്ക് ചെയ്യുക. E dash. Okay, that is the front view. Okay, then top view എവിടെയാണ്? 50 millimeter. Okay, ഈ E dash നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ട്? 50. ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. This distance is, ആരോ എങ്ങനെ വരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം? ഫിൽഡ് ക്ലോസ്ഡ് ആരോ ആയിരിക്കണം. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 50 ആൻഡ് ഇവിടെ എന്ത് മാർക്ക് ചെയ്യുക? ഇ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. സോ ഇ ഡാഷ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ആൻഡ് ഇ ഈസ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, എല്ലാവരും ഈ ലെഫ്റ്റിൽ കാണുന്ന ഫിഗർ വരച്ചേ ബുക്കില്, വർക്ക് ബുക്കില്. പാർത്ഥിവ് ഉണ്ടോ? പാർത്ഥിവ് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ സർ. വരച്ചോ? ബുക്കിൽ വരച്ചോ? വരച്ചു സർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ടൈറ്റസ് ഉണ്ടോ? ടൈറ്റസ്? യെസ് സർ. ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? യെസ് സർ, ക്ലിയർ ആണ്. വരച്ചോ? ഈ പ്രോബ്ലം ഇത് ലെഫ്റ്റിൽ കാണുന്ന ഫിഗർ വരച്ചോ? വരച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so next question is question number 6. Okay, so ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യാണ്. Okay, so question number 6. Point F is on HP. F എന്നുള്ള പോയിന്റ് എച്ച് പിയിലാണ് ആൻഡ് 40 mm ബിഹൈൻഡ് വി പി. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? പോയിന്റ് ഇ ഈസ് ഓൺ എച്ച് പി ആൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഈ പ്രോബ്ലത്തിൽ എവിടെയാണ്? ബിഹൈൻഡ് വി പി ആണ്, വി പിയുടെ പുറകിലാണ്. അപ്പൊ ഞാൻ വി പിയുടെ പുറകിൽ മാർക്ക് ചെയ്തു. ഇതാ കണ്ടല്ലോ, വി പിയുടെ പുറകില് മാർക്ക് ചെയ്തു. എച്ച് പിയില് പോയിന്റിന്റെ പേരെന്താണ്? പോയിന്റിന്റെ പേര് എഫ് എന്നാണ്. ഇതിന് പേര് കൊടുക്കുക എല്ലാവരും. എഫ്. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് എഫ്. സോ എഫ് ഈസ് ഓൺ എച്ച് പി. എത്ര മില്ലിമീറ്റർ ആണ് ബിഹൈൻഡ് വി പി? ദിസ് ഡിസ്റ്റൻസ് ഈസ് 40. ദിസ് ഡിസ്റ്റൻസ് ഈസ് 40. 40. This distance is 40 mm behind VP. 40. This distance is 40 mm behind VP. Then draw the front view. So front view എവിടെ വരും? ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ പോയിന്റിന്റെ ഇമേജ്, ഫ്രണ്ട് വ്യൂ എപ്പോഴും ഏത് പ്ലെയിനിലായിരിക്കും? ഈ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ എഫിന്റെ ഇമേജ് നേരെ എവിടെ വരും? വെർട്ടിക്കൽ പ്ലെയിനില് ഈ XY ലൈനിലായിരിക്കും വരുന്നത്. സോ മാർക്ക് ദിസ് പോയിന്റ് ആസ് F dash. F dash. F dash is the front view. Then ഇതിന്റെ ടോപ്പ് വ്യൂ എവിടെ വരും?
ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നെ ഈ എഫ് എന്നുള്ള നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ എഫിന്റെ ഇമേജ് എവിടോട്ടാ വരുന്നത്, എച്ച് പിയിലാ വരുന്നത്. സോ ഈ പോയിന്റ് തന്നെ ആയിരിക്കും ടോപ്പ് വ്യൂ. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ സ്മോൾ എഫ്. Then what is the next step? Rotate the horizontal plane 90 degree in the clockwise direction. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ടോപ്പ് വ്യൂ വിൽ ബി എബവ് എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പം ഞാൻ എക്സ് വൈ ലൈൻ വരച്ചു. ഫസ്റ്റ് യു ഡ്രോ ദി എക്സ് വൈ ലൈൻ. ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. ദെൻ മാർക്ക് എ പോയിന്റ് ഓൺ എക്സ് വൈ ലൈൻ, F dash. Okay, F dash is the front view. Then top view എവിടെയാണ്? ടോപ്പ് വ്യൂ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേളിൽ പോകും. അപ്പം മേളിലോട്ട് എത്ര ഡിസ്റ്റൻസിൽ വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കുക. ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് 40. This distance is 40. This distance is 40. This distance is 40. And ഈ പോയിന്റിന്റെ പേരെന്താണ്? സ്മോൾ എഫ്. സ്മോൾ എഫ് ആയിരിക്കും, സ്മോൾ ലെറ്റർ എഫ്. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും വരച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 6 എല്ലാവരും വരച്ചേ. മിഥുമോൾ വരച്ചു കഴിഞ്ഞോ? Yes, sir. Okay. Then next question number 7. Next question number 7. Okay, so question number 7. Point G is 24 millimeter above HP and on VP. So G എന്ന് പറയുന്ന പോയിന്റ് എവിടാണ്? G എന്ന് പറയുന്ന പോയിന്റ് VP യിലാണ്. So this is my vertical plane. So this is the point. This is the point G. This is point G. So point G is on vertical plane and 24 millimeter above HP. So this distance is 24. This distance is 24. So point G is on VP and 24 millimeter above HP. Okay. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എവിടെ വരും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്കറിയാം എപ്പോഴും ഏത് പ്ലെയിനിലായിരിക്കും? വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ G എന്ന് പറയുന്ന പോയിന്റ് എവിടെ തന്നെ? വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. സോ ദ ഫ്രണ്ട് വ്യൂ ഓഫ് G വിൽ ബി ദിസ് പോയിന്റ് ഇറ്റ് സെൽഫ്. സോ ഇവിടെ എന്ത് മാർക്ക് ചെയ്യണം? സ്മോൾ ലെറ്റർ G dash. Small letter G dash. So G dash is the front view. G dash is the front view. Then മേളിൽ നിന്ന് ടോപ്പ് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂ എപ്പോഴും ഏത് പ്ലെയിനിലായിരിക്കും? ടോപ്പ് വ്യൂ വിൽ ബി ഓൺ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ജിയുടെ ടോപ്പ് വ്യൂ നേരെ എവിടെ വരും? ടോപ്പ് വ്യൂ വിൽ ബി ഓൺ ദിസ് XY ലൈൻ. ഈ പോയിന്റിൽ വരും. മാർക്ക് ദിസ് പോയിന്റ് as സ്മോൾ ലെറ്റർ G. ഈ പോയിന്റിന് എന്ത് കൊടുക്കുക? സ്മോൾ ലെറ്റർ G എന്ന് മാർക്ക് ചെയ്യാം. സോ G dash is the front view and G is the top view. Okay, so എല്ലാരും വരച്ചേ. ആദ്യം XY ലൈൻ വരയ്ക്കുക. Draw the XY line. Okay, so draw the XY line. Okay, so this is my XY line. Then അതിൽ എന്ത് മാർക്ക് ചെയ്യുക? ആദ്യം G എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. G is the top view. Okay, then അവിടുന്ന് മുകളിലോട്ട് 24 millimeterൽ
2.4 എടുത്തിട്ട് ഒരു ലൈൻ വരച്ചേ. ദിസ് ഡിസ്റ്റൻസ് ഈസ്, സ്കെയില് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം, ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. 24 എന്ന് പറഞ്ഞാൽ 2.4 എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ദിസ് ഈസ് 24 millimeter. That means 2.4 centimeter. Okay, and ഇവിടെ എന്ത് മാർക്ക് ചെയ്യുക? മാർക്ക് ഹിയർ G dash. So G dash is the front view and G is the top view. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ടോപ്പ് വ്യൂ എവിടെയാണ്? ടോപ്പ് വ്യൂ വിൽ ബി ഓൺ ദി XY ലൈൻ. എന്താ കാരണം? ബിക്കോസ് പോയിന്റ് G ഈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്. ഇഫ് എ പോയിന്റ് ഈസ് in vertical plane, its top view will be in the reference line, XY line. Ruben undo? Ruben? Nitya? നിത്യ ഉണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞത്? വരച്ചോ? ഈ ലെഫ്റ്റിൽ കാണുന്ന ഫിഗർ വരച്ചോ? 2.4 എടുത്താണോ വരച്ചത്? ഓക്കെ, ശരി. യെസ്, പറയൂ. അല്ല, ഇവിടെ ഈ കേസിൽ റൊട്ടേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഈ വ്യൂവിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? നോക്കി. അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂ താഴെയോ മേളിലോ വരും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ കേസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ വ്യൂ കിടപ്പുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ എഫക്റ്റ് ഇവിടെ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ എഫക്ട് നമ്മുടെ ഈ ലെഫ്റ്റിലെ പിക്ചറിൽ കാണുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 8. സോ ഞാൻ ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇപ്പൊ ഗ്രാഫിക്സിൽ ഏതൊരു പ്രോബ്ലം വന്നാലും ഇങ്ങനെ ക്വാഡ്രന്റ് വരച്ച് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 8. പോയിന്റ് എച്ച് ഈസ് 36 millimeter ബിലോ HP. അതായത് ബിലോ HP ആണ്, HP യുടെ താഴെയാണ്. സോ മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഹിയർ മാർക്ക് എ പോയിന്റ് H. സോ ദിസ് ഈസ് പോയിന്റ് H. 36 millimeter below HP. So this distance is 36. This distance is 36 millimeter below HP. 36 millimeter below HP and on VP. And this point H is on VP. Point H is on VP and 36 millimeter below HP. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എവിടെ വരും? ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക നിങ്ങൾ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എവിടെ തന്നെ വരും? ഈ H എന്ന് പറയുന്ന പോയിന്റ് എവിടാണോ അവിടെ തന്നെ വരും. സോ ദിസ് ഈസ് H ഡാഷ്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് നോക്കുന്നത്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഫ്രണ്ട് വ്യൂ ഓൺ ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി ടോപ്പ് വ്യൂ മേളിൽ നോക്കുമ്പോൾ ഈ Hന്റെ ഇമേജ് നേരെ എവിടെ വരണം? നേരെ HP വരണം. HP വരും, അത് എവിടെ തന്നെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദി XY ലൈൻ. ടോപ്പ് വ്യൂ എപ്പോഴും HP ഫ്രണ്ട് വ്യൂ എപ്പോഴും VP ഓക്കെ. സോ ഹിയർ ഇതിന്റെ ഇമേജ് നമുക്ക് എവിടെ കിട്ടും? ഈ Hന്റെ ഇമേജ്, യു വിൽ ഗെറ്റ് ദ ഇമേജ് ഓഫ് ദിസ് H ഓൺ ദിസ് XY ലൈൻ. അപ്പൊ ഇതിന് H എന്ന്, സ്മോൾ H എന്ന് പേര് കൊടുക്കുക. ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടി, അത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ വരയ്ക്കുന്നതാണ്, റൈറ്റിൽ ക്വാഡ്രന്റ് വരച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വരയ്ക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ ലെഫ്റ്റിൽ വരയ്ക്കുന്നതാണ്. സുബിൻ ഉണ്ടോ? സുബിൻ? സുബിന് പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു ഏതാ വരയ്ക്കേണ്ടത്? ലെഫ്റ്റിൽ കാണുന്ന ഫിഗർ ആണോ റൈറ്റിൽ കാണുന്ന ഫിഗർ ആണോ നിങ്ങളുടെ ആൻസർ?
ലെഫ്റ്റിൽ കാണുന്ന ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. റൈറ്റിൽ കാണുന്ന ക്വാഡ്രന്റ് കാണിച്ചേക്കുന്നത് എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരച്ചേക്കുന്ന ഫിഗർ ആണ് കേട്ടല്ലോ. ഓക്കെ, സോ ഡ്രോ ദി XY ലൈൻ. XY ലൈൻ വരച്ചോളൂ എല്ലാവരും എന്റെ കൂടെ. XY ലൈൻ. ഓക്കെ, ദെൻ XY ലൈനില് മാർക്ക് സ്മോൾ h മാർക്ക് ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. H എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് വ്യൂ ആണ്. ദെൻ എന്ത് ചെയ്യുക? ഫ്രണ്ട് വ്യൂ. ഇതിന്റെ താഴോട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എത്ര ഡിസ്റ്റൻസിൽ? 36 millimeter. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 36. This distance is 36 and this point is H dash. Okay, എല്ലാരും വരച്ചേ. സുരാജ് ഉണ്ടോ? സുരാജ് വരച്ചോ? ഓക്കെ, നിങ്ങൾ വരച്ചു കഴിയുന്നവര് നിങ്ങളുടെ ഈ ചാറ്റിന്റെ അവിടെ വരച്ചു കഴിയുന്നവർ ഈ ചാറ്റിന്റെ അവിടെ ഒരു 5-6 പേര് വരച്ചു കഴിയുമ്പം ഓക്കെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊന്ന് ഇടണം കേട്ടോ. അപ്പം 5-6 പേര് അത് ഒരു 5-6 പേര് ഇട്ടാൽ മതി, എല്ലാവരും ഇടണ്ട. ഒരു 5-6 പേര് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ 5-6 പേര് കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു അപ്രോക്സിമേറ്റ് ടൈം കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലം വരച്ചു കഴിയുമ്പോൾ ഓക്കെ ജസ്റ്റ് ഓക്കെ എന്ന് ഇട്ടാൽ മതി. ചാറ്റിന്റെ അവിടെ ഓക്കെ എന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്നോ എന്തെങ്കിലും ഒരു ഇട്ടാൽ മതി. ഒരു 5-6 പേര് ചാറ്റിന്റെ അവിടെ ഇടണം. ഓക്കെ, ഷാരോൺ ഡാനിയൽ ഹാസ് റൈസ്ഡ് എ ഹാൻഡ്. എന്താ ഷാരോൺ, എന്താ പറ്റി? ഓക്കെ ഷാരോൺ, ഓക്കെ ഷാരോൺ അത് ഓക്കെ കൈ കാണിച്ചതാണ്. ഓക്കെ, മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി. ഓക്കെ, കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ കുറച്ചുപേര് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ടൈം പിടി കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Next is question number 9. Point I. Okay. So next question is question number 9. Point I is on HP and on VP. അതായത് HP യിലുമാണ് VP യിലുമാണ്. ആർക്കെങ്കിലും പറയാമോ എവിടെ വരുന്നത്? I എന്നുള്ള പോയിന്റ് ഓൺ HP ആൻഡ് VP എവിടെ വരും? XY പ്ലെയിനിൽ. റഫറൻസ് XY പ്ലെയിൻ അല്ല, XY ലൈൻ, റഫറൻസ് ലൈൻ. ഓക്കെ, XY ലൈനിൽ വരും. അതായത് I എന്നുള്ള പോയിന്റ് ബോത്ത് HP ആൻഡ് VP ആണ്. അപ്പം സോ പോയിന്റ് I വിൽ ബി ഓൺ ദിസ് XY ലൈൻ. I എന്നുള്ള പോയിന്റ് എവിടെ ആയിരിക്കും? പോയിന്റ് I എവിടെ ആയിരിക്കും? I ഓൺ ദി XY ലൈനിലായിരിക്കും. XY ലൈനിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ബോത്ത് HP ആൻഡ് VP എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എവിടെ വരുമെന്ന് പറയാമോ? എവിടെ തന്നെ ആയിരിക്കും? ആ പോയിന്റിൽ തന്നെ ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ. അപ്പൊ നിങ്ങൾ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ I ഡാഷ് കോമ I രണ്ടും അവിടെ തന്നെ ആയിരിക്കും. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരൊറ്റ പോയിന്റിലായിരിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് I വിൽ ബി ഓൺ ദി XY ലൈൻ. ഓക്കെ, അപ്പൊ എല്ലാവരും XY ലൈൻ വരച്ചേ. Okay, so എല്ലാവരും XY ലൈൻ വരയ്ക്കുക. So draw the XY line. Okay, so draw the XY line.
ആൻഡ് മാർക്ക് എ പോയിന്റ്. ഇവിടെ ഈ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? I dash കോമ I. I dash is the front view and small I is the top view. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിഞ്ഞവര് ഓക്കെ ഇട്ടേക്കണം. ചാറ്റിന്റെ അവിടെ ഓക്കെ ഇട്ടേക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ആ പ്രോബ്ലം 2.1ന്റെ ആദ്യം എഴുതിയേക്കുന്ന എന്താന്ന് നോക്കിയേ. പ്രൊജക്ട് ദ ഫോളോവിങ് പോയിന്റ്സ് ഇൻ എ കോമൺ റെഫറൻസ് ലൈൻ. ഓക്കെ, ഈ XY ലൈനിനെയാണ് എന്തെന്ന് പറയുന്നത്? റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ 9 പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോ 9 പ്രോബ്ലവും 9 റെഫറൻസ് ലൈനിലാണ് വരച്ചേക്കുന്നത്. നമ്മളോട് എങ്ങനെ വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്? കോമൺ റെഫറൻസ് ലൈനിൽ, അതായത് ഒരൊറ്റ റെഫറൻസ് ലൈൻ വരച്ചിട്ട് അതില് ഈ 9 പോയിന്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വർക്ക് ബുക്കിന്റെ 2.5 എന്നുള്ള പേജ് എടുത്തേ. എല്ലാവരും 2.5 എന്നുള്ള പേജ് എടുത്തേ എല്ലാവരും. ആ 2.5 ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. കുറെ പോയിന്റ്സ് ഒരൊറ്റ കോമൺ റെഫറൻസ് ലൈനിൽ പ്രൊജക്ട് ചെയ്തേക്കും. കാണുന്നുണ്ടോ ദീപക്കെ? പ്രോബ്ലം പേജ് നമ്പർ 2.5. അപ്പം ഒരു കോമൺ റെഫറൻസ് ലൈൻ വരച്ചിട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത ഈ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേപോലെ അതിൽ വരയ്ക്കണം. അതിൽ വരയ്ക്കാൻ പറ്റുമോ ദീപക്? പറ്റും സാർ, പറ്റും. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ അത് ചെയ്തോണം. പ്രോബ്ലം 2. ഞാനിപ്പം 9 പ്രോബ്ലവും 9 റെഫറൻസ് ലൈൻ വരച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ XY ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റഫറൻസ് ലൈൻ. റഫറൻസ് ലൈൻ അതായത് നമ്മുടെ ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കാണാം ഈ ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് VP. ഇതിനെയാണ് നമ്മൾ ഈ റഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ 9 പ്രോബ്ലവും ഒരു കോമൺ റെഫറൻസ് ലൈനിൽ വരയ്ക്കാനാണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ വരച്ചോണം. ഓക്കെ, ഇനി എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 2.4 എടുത്ത എല്ലാവരും. പേജ് നമ്പർ 2.4. ഓക്കെ, സോ പേജ് നമ്പർ 2.4 ക്വസ്റ്റ്യൻ കണ്ടല്ലോ. പ്രൊജക്ട് ദ ഫോളോയിങ് പോയിന്റ്സ് ഇൻ എ കോമൺ റെഫറൻസ് ലൈൻ. ഓക്കെ, അപ്പം ഞാനിപ്പോ ഈ പ്രോബ്ലത്തിൽ ഇനി ക്വാഡ്രന്റ് വരയ്ക്കത്തില്ല. നിങ്ങൾ ക്വാഡ്രന്റ് നിങ്ങളുടെ സൈഡിൽ വരച്ചോണം. ഞാനൊരു കോമൺ റെഫറൻസ് ലൈനിൽ വരയ്ക്കാൻ പോവാണ്. Okay, so I will draw a common reference line. Okay, എന്നിട്ട് ഈ പോയിന്റ്സുകൾ പ്രൊജക്ട് ചെയ്യാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പോയിന്റ് P is 20 mm below HP and 25 mm in front of VP. അതായത് P എന്ന് പറയുന്ന ഒരു പോയിന്റ് 20 millimeter below HP ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വാഡ്രന്റ് വരയ്ക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ അവിടെ ക്വാഡ്രന്റ് വരച്ച് മനസ്സിലാക്കിക്കോണം. ഞാനിപ്പോ ഈ വരയ്ക്കുന്ന പോലെ. സോ ദിസ് ഈസ് HP, ദിസ് ഈസ് VP ആൻഡ് ദിസ് ഈസ് മൈ XY ലൈൻ. സോ പോയിന്റ് P എവിടാണ് വരുന്നത്? പോയിന്റ് P is 20 millimeter below HP and 25 mm in front of VP. ഏത് ക്വാഡ്രന്റ് ആണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, സോ ഫോർത്ത് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് മൈ പോയിന്റ്. ദിസ് ഇസ് മൈ പോയിന്റ് P. ദിസ് ഈസ് ദ പോയിന്റ് P. എത്ര മില്ലിമീറ്റർ ആണ് ബിലോ HP? ദിസ് ഡിസ്റ്റൻസ് ഈസ് 20. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് ഈസ് 20 millimeter below HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണ്? 25 millimeter in front of VP ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 25 millimeter in front of VP. ദെൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, P യുടെ ഫ്രണ്ട് വ്യൂ നേരെ എവിടെ വരും?
front view will be here. This point is P dash. This point is P dash. And this distance is, this distance 20 millimeter. Etra millimeter below HP? 20 millimeter below HP. Then what about the top view? The top view of P will be on HP. So this is top view P. And what about the distance? The distance is 25 millimeter in front of VP. Okay. In this case, we rotate the effect. Rotate the horizontal plane 90 degree in the clockwise direction. Okay. So, this 90 degree clockwise direction rotate. Rotate this top view. Top already front view below XY line. So, this rotate top view again below XY line. So, both front view and top view will be below XY line. Okay. So, XY line line varachu. Okay. So, adil point mark that is P dash. This is P dash. What about the distance? This distance is millimeter below HP? 20 millimeter below. 2 centimeter. 2 centimeter 20 millimeter below HP. Then out the out or line extend the point mark small p, that is the top view. The top view etra distance ana. So the distance is 25. We rotate top view. So this distance is 25. 25 2.5 centimeter. So here point P is in fourth quadrant. So it's both front view and top view will be below XY line. Ellarum varache. Onnamathe question. Manjunath. Yes, sir. Is it okay? Yes, sir. Okay. Okay. So next question, point Q, second question. Okay. So I will clear the frame and then I will draw the quadrant. Quadrant endina varaykkunnu namukku manasilaakkan vendiyana. Okay. So draw the quadrant. Okay. So point Q is 30 millimeter above HP and 35 millimeter behind VP. So point Q, okay. Edu quadrant aanu parayamo? Arkengilum? Second quadrant aanu. Okay. So randamathe question is second quadrant aanu. Point Q. Okay. So I will mark point Q here. So this is my second quadrant. So this is point Q. Point Q is 30 millimeter above HP. That means this distance is 30. This distance is 30 millimeter above HP and 35 millimeter behind VP. So 35 millimeter behind VP in the VP nolla dooram. So this distance is 35. This distance is 35. Okay. So E plane on VP, E plane on HP. Okay. So point Q is 30 millimeter above HP and 35 millimeter behind VP. Point Q is 30 millimeter above HP and 35 millimeter behind VP. That means point Q is in second quadrant. Okay. Then what about the front view? So front view, Q in the front view, you will get the front view of Q on this VP. Okay. So this is the front view Q dash. And what about this distance? This distance is 30. This distance is 30. This distance is 30. Then merely in the top view, Q will be on this plane. Okay. So this is Q. This is Q. And what about this distance? This distance is 35. This distance is 35. Then rotate the horizontal plane 90 degree in the clockwise direction. Rotate the horizontal plane 90 degree in the clockwise direction means top view will be above XY line. So here both front view and top view will be above XY line. So if an object is in second quadrant, its front view and top view will be above XY line.
ഓക്കെ. സോ കോമൺ റെഫറൻസ് ലൈനിൽ ആദ്യം എന്ത് വരയ്ക്കുക? ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ. സോ ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. ഓക്കെ. സോ ഐ വിൽ ഡ്രോ എ ലൈൻ. ഓക്കെ. സോ this point is Q dash. Okay. Q dash is the front view. Okay. എത്ര ഡിസ്റ്റൻസ് ആണ്? 30 millimeter above HP. So this distance is 30. നിങ്ങൾ വരയ്ക്കുമ്പോൾ take 3 centimeter 30 and 35 millimeter behind VP. അപ്പൊ ടോപ്പ് വ്യൂ XY ലൈനിൽ നിന്ന് 35 മാറിയിട്ടാണ്. ദെൻ ഹൊറിസോണ്ടൽ പ്ലെയിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതെന്ത് പറ്റും? അത് നേരെ above XY ലൈനിൽ വരും. അപ്പൊ ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. And this is my top view Q. And what about this distance? This distance is 35. This distance is 35. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ കേസിൽ പോയിന്റ് P ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. രണ്ടാമത്തെ കേസിൽ പോയിന്റ് Q ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY line. If an object is in second quadrant, its both front view and top view will be above XY line. Okay. Then next question. മൂന്നാമത്തെ question. Third question. Okay. So again, draw the, നിങ്ങൾ എന്ത് വരയ്ക്കുക? ക്വാഡ്രന്റ് വരച്ച് മനസ്സിലാക്കുക ആദ്യം. നിങ്ങൾ എല്ലാവരും അവിടെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്വാഡ്രന്റ് വരച്ചിട്ട് ആ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. Okay. Draw the quadrant. So this is my HP. This is my horizontal plane and this is my vertical plane and this is my XY line. Okay. So question number 3, point R. Point R is 40 mm below HP and 32 mm behind VP. Okay. Sonu undo? Sonu, mechanical. Sonu. ഹലോ സാർ. സോനു കേൾക്കാമോ? കേൾക്കാമോ? ക്ലിയർ അല്ല, നീ നെറ്റ് ഇവിടെ ഭയങ്കര സ്ലോ ആയി. ഓക്കെ, പ്രോബ്ലം ഉണ്ട്. ശരി, ഓക്കെ ശരി. മൈക്ക് ഓഫ് ചെയ്തോ, കുഴപ്പമില്ല. മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ സാർ. അജ്മൽ ഉണ്ടോ? അജ്മൽ. യെസ് സർ. ഓക്കെ അജ്മൽ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏത് ക്വാഡ്രന്റിലാണെന്ന് പറയാമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യന് സംശയമുണ്ടോ? തേർഡ് ക്വാഡ്രന്റ്. അതെങ്ങനെ മനസ്സിലായി? അല്ലേ, തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ബിലോ HP. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The point R is 40 mm below HP and 32 mm behind VP. അതായത് ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP ആണ്. അപ്പൊ ഏത് ക്വാഡ്രന്റ്? അത് തേർഡ് ആണ് കേട്ടോ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ. സോ പോയിന്റ് R. സോ നെക്സ്റ്റ് ഈസ് പോയിന്റ് R. സോ ദിസ് ഈസ് പോയിന്റ് R. Point R is 40 millimeter below HP. So this is 40. This distance is 40 millimeter below horizontal plane and 32 millimeter behind VP. 32 millimeter behind VP. So this distance is 32. So point R is in third quadrant. Point R is in third quadrant. Point R is 40 millimeter below HP and 32 millimeter behind VP. Okay. So the front view evada varum? Front view ee R inde image nere evada varum? You will get the front view here. This is R dash. R dash is the front view. And what about this distance? Ee distance etrayana? Below HP etrayana? 40. So this distance is 40. And top view. So okay, ee R inde top view evada kittum? You will get top view of R here. This is the top view. Okay. This is R. And what about this distance? This distance is 32. Then rotate the horizontal plane 90 degree in the clockwise direction. Appo endu sambhavikkum? Ee R ennulladu evada povum? R will be above XY line. Okay. So point R ennulla point evidana? R ennulla point ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ XY line and top view will be above XY line. Okay. Common reference line എടുത്ത എല്ലാവരും. എന്നിട്ട് I will draw another line. Okay.
സോ ആദ്യം എന്ത് വരയ്ക്കുക, ഇവിടെ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എത്ര ഡിസ്റ്റൻസിൽ? 40 ഡിസ്റ്റൻസിൽ. പോയിന്റ് ആർ ഈസ് 40 millimeter below HP. So this is R dash. Name this point as R dash. And what about this distance? This distance is 40. This distance is 40 millimeter. That means 4 centimeter. And 32 millimeter behind VP. Behind VP എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ HP വരും. അതിനെ 90 HP 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നേരെ മോളിൽ പോകും. സോ ഇവിടുന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. എത്ര ഡിസ്റ്റൻസിൽ? 32 millimeter. That means 3.2 centimeter. 3.2 centimeterൽ 3.2 centimeterൽ എന്ത് വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് അതിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. This distance is 32. This distance is 32. That means 3.2 centimeter. അപ്പൊ ആദ്യത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു പ്രത്യേകത? പോയിന്റ് P ഈസ് ഇൻ 4th quadrant. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് ഇൻ 4th quadrant, ഇറ്റ്സ് ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു പ്രത്യേകത? പോയിന്റ് Q ഈസ് ഇൻ 2nd quadrant. So if an object is in 2nd quadrant, okay, its both front view and top view will be above XY line. If an object is in 3rd quadrant, front view will be below XY line and top view will be above XY line. Okay, then adutha question number 4, point S. Okay, again നിങ്ങൾ എല്ലാവരും എന്ത് വരയ്ക്കുക? ക്വാഡ്രന്റ് വരയ്ക്കുക. എല്ലാവരും അവിടെ ക്വാഡ്രന്റ് വരച്ചേ. നിങ്ങളുടെ സൈഡില് എല്ലാവരും ക്വാഡ്രന്റ് വരച്ചേ. Okay, so this is my HP, this is my VP, and this is my reference line, XY line. So point 4, point S is question number 4. Point S is 34 millimeter above HP and 45 millimeter in front of VP. Okay, Swati undo? Swati? Yes, sir. Which quadrant? Point S. First quadrant. First quadrant. Okay. Okay. Mic off here. Okay. Point S is 34 millimeter above HP and 45 millimeter in front of VP. That means point S. So point S is in first quadrant. So ഞാൻ ഇവിടെ ഒരു first S mark ചെയ്യാ. Point S here. In first quadrant, and this distance is 34. This distance is 34. Okay, point S is 34 millimeter above HP and 45 millimeter in front of VP. So this distance is 45. Okay, so point S is in first quadrant, 34 millimeter above HP and 45 millimeter in front of VP. 34 millimeter above HP and 45 millimeter in front of VP. Okay, appo idinte front view top view evada varum? So front view S dash will be here. This is S dash. What about this distance from XY line? This distance is 34 millimeter. This distance is 34 millimeter. Then the top view of S will be here. Okay, so this is the top view, small s. And what about this distance? This distance is 45 millimeter. Okay, so then rotate the horizontal plane 90 degree in the clockwise direction. Rotate the horizontal plane 90 degree in the clockwise direction. So what happens? The top view will be below XY line. Okay, then എല്ലാവരും common reference line എടുത്തേ. എല്ലാവരും common reference line എടുത്തിട്ട് okay, point S. Okay, first you draw a line. Above XY line and mark point S dash. So this is S dash. Okay, that is the front view. Etra millimeter ana above HP? This distance is 34 millimeter. Okay, 34 millimeter above HP and 45 millimeter in front of VP. So top view HP il kittum, adine 90 degree HP 90 degree clockwise rotate cheyumbo endu sambhavikkum? Top view will be below XY line. Appo ividunnu thaayottu oru line varakka. Okay, then mark a point here. Okay, S. And what about the distance? 45. This distance is 45.
ദിസ് ഡിസ്റ്റൻസ് ഈസ് 45. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ എത്ര എടുക്കണം? 4.5. നിങ്ങൾ അവിടെ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്കെയിലിൽ എത്ര എടുക്കണം? 4.5 സെന്റിമീറ്റർ എടുത്ത് തന്നെ വരയ്ക്കണം. ഓക്കെ, വെറുതെ ഒരു ലൈൻ എടുത്തല്ല വരയ്ക്കേണ്ടത്. ഈ ലൈനിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? 4.5 സെന്റിമീറ്റർ എടുത്തായിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പോ 4 പ്രോബ്ലമാണ് പറഞ്ഞത്. കോമൺ റെഫറൻസ് ലൈനിൽ നമ്മൾ 4 പ്രോബ്ലം വരച്ചു. അപ്പൊ ഈ 4 പ്രോബ്ലം വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഇതിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷനും ടോപ്പ് വ്യൂവിന്റെ പൊസിഷനും ഒന്നുകിൽ XY ലൈനിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ XY ലൈനിന്റെ താഴെ ആയിരിക്കും. ഓക്കെ, അത് ഏത് ക്വാഡ്രന്റിലാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോബ്ലത്തില് P എന്നുള്ള പോയിന്റ് എവിടെ ആയിരുന്നു? പോയിന്റ് P ഈസ് ഇൻ 4th ക്വാഡ്രന്റ്. അപ്പൊ എന്താ സംഭവിച്ചത്? ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നു, 4th ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങളത് ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ആൻസർ എന്താ? തെറ്റാ വരയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. Okay, so that is point P. Then next is point Q. So point Q is ഏത് ക്വാഡ്രന്റിലായിരുന്നു? സെക്കൻഡ് ക്വാഡ്രന്റിലായിരുന്നു. അപ്പൊ എന്താ പ്രത്യേകത? ഹിയർ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. ഇനി പോയിന്റ് R എവിടെ ആയിരുന്നു? പോയിന്റ് R is in 3rd quadrant. So its front view will be below XY line and top view will be above XY line. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാലാമത്തേത്. നാലാമത്തെ എന്താണ്? പോയിന്റ് S is in 1st quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താ പ്രത്യേകത? ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. അപ്പൊ 3rd ക്വാഡ്രന്റും ഫസ്റ്റ് ക്വാഡ്രന്റും നേരെ ഓപ്പോസിറ്റ് ആണ്. സിമിലർലി 4th ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും നേരെ ഓപ്പോസിറ്റ് ആണ്. 4th ക്വാഡ്രന്റില് രണ്ടും താഴെയാ, സെക്കൻഡ് ക്വാഡ്രന്റില് രണ്ടും മുകളിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റില് ഫ്രണ്ട് വ്യൂ മുകളിലും എബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആണ്. അതേസമയം ഇൻ ദ കേസ് ഓഫ് 3rd ക്വാഡ്രന്റ് ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. ഓക്കെ, ദീപക് ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയിന്റ് T. ഓക്കെ, എല്ലാവരും ക്വാഡ്രന്റ് വരച്ച് പോയിന്റ് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, സോ ക്വാഡ്രന്റ് വരയ്ക്കുക. Okay, so this is HP and this is VP and this is my XY line. Okay, question number 5, point T. Okay, so T എന്ന് പറയുന്ന പോയിന്റ് ആണ്. പോയിന്റ് T is on HP and 50 mm in front of VP. അതായത് T എന്ന് പറയുന്ന പോയിന്റ് HP യിലാണ്. Okay, so mark T here. Okay, so point T is on HP and 50 mm in front of VP. അതായത് VP യിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? This distance is 50. This distance is 50. ഓക്കെ, അപ്പൊ T എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇൻ HP. ഓക്കെ, അല്ലെങ്കിൽ ഈസ് ഓൺ HP. പോയിന്റ് T ഈസ് ഓൺ HP ആൻഡ് 50 millimeter in front of VP ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂ T dash will be on this XY line. So this is the front view. T dash will be on the XY line and top view എവിടെ തന്നെ വരും? ഈ T എവിടാണോ അവിടെ തന്നെയാണ് top view വരുന്നത്. Then rotate the horizontal plane 90 degree in the clockwise direction. So what happens? The top view will be below XY line, whereas the front view will be in the XY line. So front view will be in the XY line and top view will be below XY line. Okay, so reference line എടുക്കുക എല്ലാവരും. Okay, then okay, so XY ലൈനില് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. XY ലൈനില് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. That is the T dash. Okay, T dash is the front view. Okay, so T dash will be on the XY line. Okay, and 50 mm in front of VP. അപ്പൊ ടോപ്പ് വ്യൂ HP യിൽ വരും. അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ എവിടെ പോകും? താഴെ പോകും. ഓക്കെ, സോ ഇതിനെ നേരെ താഴോട്ട് വരയ്ക്കുക. എത്ര ഡിസ്റ്റൻസിലാണ്? 5 സെന്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. ഇവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക T. Okay, so this distance is 50. This distance is 50. 50. This distance is 50. Okay, then next question.
Question number 6. Okay, next is question number 6. Okay, so എല്ലാവരും quadrant വരയ്ക്കുക. Question number 6, എല്ലാവരും quadrant വരച്ചേ. Okay, so this is my HP, this is my HP, and this is my VP, and this is the XY line. Okay, so this is my horizontal plane and this is my vertical plane and this is my XY line. Okay, point F is on HP and 40 mm behind VP. So this is my point F. So this is point F. So point F is on HP, പക്ഷേ അത് behind VP ആണ്. എത്ര ഡിസ്റ്റൻസിലാണ്? 40 mm behind VP ആണ്. This distance is 40. Okay, so it's front view. So front view will be on XY line. So this is F dash. Front view will be on XY line. And what about the top view? മേളിൽ നോക്കുമ്പോൾ top view എവിടെ തന്നെ? ആ പോയിന്റ് തന്നെ. ഈ F എന്ന് പറയുന്ന പോയിന്റ് തന്നെ. Then rotate the horizontal plane 90 degree in the clockwise direction. So what happens? The top view will be above XY line, whereas the front view will be on the XY line. Front view F dash will be on the XY line and the top view will be above XY line, 40 millimeter above XY line. Okay, so എല്ലാവരും reference line എടുക്കുക, മാർക്ക് ചെയ്തേ, വരച്ച എല്ലാവരും പോയിന്റ് F. Okay, so F dash മാർക്ക് ചെയ്യുക. F dash എവിടെ മാർക്ക് ചെയ്യണം? F dash will be on XY line. Okay, and 40 milli point and 40 mm behind VP ആണ്. Behind VP എന്ന് പറയുമ്പോൾ VP യുടെ പുറകിൽ. അപ്പൊ HP യിൽ തന്നെ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ വിൽ ബി above XY line. അപ്പൊ ഈ F dash ന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. മാർക്ക് എ പോയിന്റ് ഹിയർ. Okay, so this is F. എത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം? 4 സെന്റിമീറ്റർ. നിങ്ങൾ അവിടെ വരയ്ക്കുമ്പോൾ 4 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 40 millimeter. So this distance is 40. This distance is 40. This distance is 40. 40 millimeter behind VP. Okay. Then next, question number 7. Question number 7 is point G. Point G is 24 millimeter below HP and on VP. Point G is 24 millimeter below HP and on VP. അതായത് HP ക്ക് താഴെയാണ്, below HP ആണ് and on VP. VP യിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ അഗൈൻ എല്ലാവരും ക്വാഡ്രന്റ് വരച്ചേ. ഓരോ പ്രോബ്ലത്തിനും നിങ്ങൾ ക്വാഡ്രന്റ് വരയ്ക്കുക. ഓക്കെ ഓക്കെ, നിങ്ങൾ ക്വാഡ്രന്റ് വരച്ച് മനസ്സിലാക്കണം. ഇത് ഈ ക്വാഡ്രന്റ് വരയ്ക്കുന്ന നിങ്ങൾക്ക് പിടികിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാം. ക്വാഡ്രന്റ് കണ്ടുപിടിക്കുക ഏത് ക്വാഡ്രന്റ് ആണെന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. Okay, so this is XY line, then this is HP and this is VP. Okay, so point G is 24 millimeter below HP. അതായത് HP ക്ക് താഴെയാണ്. Okay, so this is point G. Point G and this distance is എത്രയാണ്? This distance is 24. Okay, അതായത് 2.4 centimeter. And on VP, VP യിലാണ്. Point G is 24 millimeter. Point G is 24 millimeter below HP and on VP. VP ലാണ്. Okay, then what about the front view and the top view? Front view ഈ പോയിന്റ് തന്നെ ആയിരിക്കും. Okay, ഈ G എന്നുള്ള പോയിന്റ് തന്നെ ആയിരിക്കും front view. And what about the top view? Top view will be on this XY line. Okay, നമ്മൾ മേളിൽ നോക്കുമ്പോൾ ഇതിന്റെ ഇമേജ് നമുക്ക് എവിടെ വരും? HP യിൽ വരും. HP യിൽ വരുമ്പോൾ ആ XY ലൈനിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റൊട്ടേറ്റ് HP 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ എഫക്ട് നമ്മുടെ ഫിഗറിൽ കാണാൻ പറ്റത്തില്ല. ബിക്കോസ് HP യിൽ എന്താണ്, HP യിൽ നമ്മുടെ ടോപ്പ് വ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ എഫക്ട് നമുക്ക് അവിടെ കിട്ടത്തില്ല. ഓക്കെ, സോ ഞാൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. എല്ലാവരും റെഫറൻസ് ലൈനിലോട്ട് പോവാ. ഓക്കെ, നമ്മുടെ കോമൺ റെഫറൻസ് ലൈൻ എടുത്തു. ദിസ് ഇസ് മൈ കോമൺ റെഫറൻസ് ലൈൻ. ഓക്കെ, ദെൻ എന്ത് ചെയ്യാ?
നമ്മൾ പോയിന്റ് ജി ഓൺ വി പി ആണ് ആൻഡ് 24 മില്ലിമീറ്റർ ബിലോ HP. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഈ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്മോൾ ജി, ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. അത് ടോപ്പ് വ്യൂ ആണ്, ജിയുടെ ടോപ്പ് വ്യൂ. ആൻഡ് 24 മില്ലിമീറ്റർ ബിലോ HP. ബിലോ HP എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ. This is my G dash. This is G dash and this distance is 24. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? This distance is 24 millimeter. So G is 24 millimeter below HP and on VP. Okay. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എല്ലാവരും ക്വാഡ്രന്റ് വരയ്ക്കുക. ഓക്കെ, സോ എല്ലാവരും HP VP വരച്ചേ. So this is my HP and this is my VP and this is my XY line. Okay, so point H. So here point H is on VP and 36 millimeter above HP. Above HP ആണ്. അതായത് H എന്ന് പറയുന്ന point H is 36 millimeter above HP. This distance is 36. This distance is 36 millimeter above HP and on VP. 36 millimeter above HP and on VP. Okay, അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ കിട്ടും? ഫ്രണ്ട് വ്യൂ H dash. ഓക്കെ, ഫ്രണ്ട് വ്യൂ H dash നമുക്ക് ഇവിടെ കിട്ടി. ഇതിന്റെ ടോപ്പ് വ്യൂ നേരെ നമുക്ക് എവിടെ കിട്ടും? നേരെ XY ലൈനിൽ വരും. ദിസ് ഈസ് H. ഓക്കെ, നമ്മൾ മേളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ Hന്റെ ടോപ്പ് വ്യൂ, Hന്റെ ഇമേജ് നമുക്ക് എവിടെ വരും? ഈ HP-യിൽ വരും. HP-യിൽ എന്ന് പറഞ്ഞാൽ ഈ XY ലൈനിൽ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ എഫക്ട് നമ്മുടെ ഇമേജിൽ കാണാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താ? HP-യിൽ പ്ലെയിനിൽ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ഒന്നും കിടപ്പൂല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? നമുക്ക് അതിന്റെ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ എഫക്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും നേരെ നമ്മുടെ കോമൺ റെഫറൻസ് ലൈനിലോട്ട് പോവാ. ദെൻ ഓക്കെ, സോ ഈ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് H എന്ന് പേര് കൊടുക്കുക. സ്മോൾ H, ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. ദെൻ 36 millimeter above HP എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് മേളിൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് H dash. ദിസ് പോയിന്റ് ഈസ് H dash. ഓക്കെ, ആൻഡ് ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് 36. ദിസ് ഡിസ്റ്റൻസ് ഈസ് 36. ഓക്കെ, Titus Epan. Yes, sir. ഇത് ക്ലിയർ ആണോ? ഈ 8 ക്വസ്റ്റ്യൻസ്, 8 പ്രോബ്ലംസ് ക്ലിയർ ആണോ? അതെ സാർ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ നിങ്ങൾ ഈ 8 ഫിഗർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഒന്നുകിൽ എബവ് XY ലൈൻ, അല്ലെങ്കിൽ ബിലോ XY ലൈൻ, അല്ലെങ്കിൽ XY ലൈനിലാണ്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അതായത് ക്വാഡ്രന്റില് എവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണോ, തേർഡ് ക്വാഡ്രന്റ് ആണോ, ഫോർത്ത് ക്വാഡ്രന്റ് ആണോ, അതല്ല HP-യിലാണോ, അതല്ല VP-യിലാണോ, അല്ലെങ്കിൽ HP-യിലാണെങ്കിൽ തന്നെ അത് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണോ, അല്ലെങ്കിൽ ബിഹൈൻഡ് VP ആണോ, VP-യിൽ തന്നെ ആണെങ്കിൽ അത് എബവ് HP ആണോ, അല്ലെങ്കിൽ ബിലോ HP ആണോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നമ്മളിപ്പോ ഈ ഫിഗർ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ച എല്ലാവരും, ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയേ. ആദ്യത്തെ പ്രോബ്ലത്തിൽ P എന്നുള്ള പോയിന്റ് ആയിരുന്നു. P ഏത് ക്വാഡ്രന്റിലായിരുന്നു? P ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ എന്താ പ്രത്യേകത? ഇറ്റ്സ് ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. ഇപ്പൊ നിങ്ങൾ നാളെ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു പോയിന്റ് ഒന്നും അല്ല വരയ്ക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ മെഷീൻ കോമ്പണൻസിന്റെ ഡ്രോയിങ്സ് ആ വരയ്ക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ സിവിൽ റിലേറ്റഡ് ഡ്രോയിങ്സ് ആ വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫോർത്ത് ക്വാഡ്രന്റിൽ വെച്ചിട്ടാണോ വരയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഫോർത്ത് ക്വാഡ്രന്റിൽ വെച്ചിട്ടാണ് അസ്യൂം ചെയ്ത് വരയ്ക്കുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും, അതായത് എലിവേഷനും പ്ലാനും എവിടെ ആയിരിക്കും? ബിലോ XY ലൈൻ ആയിരിക്കും.
അതുകൊണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റിൽ നമ്മൾ വെച്ച് വരയ്ക്കത്തില്ല. കാരണം എന്താ, രണ്ട് വ്യൂവും ഒരിടത്താ വരുന്നത്, ബിലോ XY ലൈൻ. അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിങ്കിൾ ചെയ്ത് കയറി വരും. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോർത്ത് ക്വാഡ്രന്റും അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ വെച്ച് വരയ്ക്കാറില്ല. സെക്കൻഡ് ക്വാഡ്രന്റിലും ഇതേ പ്രോബ്ലം ആണ്. എന്താ പ്രോബ്ലം? ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരിടത്താ വരുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ ഒരു മെഷീൻ കോമ്പോണന്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരിടത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ബോത്ത് ഫോർത്ത് ക്വാഡ്രന്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഫോളോ ചെയ്യത്തില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതെന്താന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഫോർത്ത് ക്വാഡ്രന്റിൽ വെച്ച് വരയ്ക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. സെക്കൻഡ് ക്വാഡ്രന്റിൽ വെച്ച് വരയ്ക്കുന്നതിന് എന്ത് പറയും? സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ. നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഈ മൂന്നാമത്തെ നാലാമത്തെയാണ്. മൂന്നാമത്തെ എന്താണ്? ഒന്നുകിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ തേർഡ് ആംഗിൾ പ്രൊജക്ഷനും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്താ? അതായത് ഓരോ വ്യൂവും ഒന്നുകിൽ ഒരു വ്യൂ XY ലൈനിന്റെ താഴെയും മറ്റേ വ്യൂ XY ലൈനിന്റെ മുകളിലോ. അതായത് തേർഡ് ആംഗിൾ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. അപ്പൊ നമുക്ക് XY ലൈനിന്റെ മുകളിൽ ഒരു വ്യൂവും കിട്ടും, XY ലൈനിന്റെ താഴെ ഒരു വ്യൂവും കിട്ടും. എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ എലിവേഷനും പ്ലാനും വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ എലിവേഷനും പ്ലാനും വരയ്ക്കുന്ന സമയത്ത് XY ഞാനിപ്പം തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ താഴെ ആയിരിക്കും, ആ ബിൽഡിങ്ങിന്റെ പ്ലാൻ ഇവിടെ ആയിരിക്കും, എബവ് XY ലൈൻ ആയിരിക്കും. അതായത് അതേപോലെ തന്നെ ഞാനിപ്പോ ഒരു ബിൽഡിങ് ഫസ്റ്റ് ക്വാഡ്രന്റ് വെച്ചിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ ഓഫ് ദ ബിൽഡിംഗ് വിൽ ബി എബവ് XY ലൈൻ, whereas the top view of the building will be below XY line. So that is the third angle projection and ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഏതായിരിക്കും? ഒന്നുകിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും. ഇവിടെ ഗ്രാഫിക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതലും ഫോളോ ചെയ്യുന്ന ഏതായിരിക്കും? ഒന്നുകിൽ തേർഡ് ആംഗിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ ആയിരിക്കും. അതിൽ തന്നെ നമ്മൾ മിക്കവാറും ഉള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, പക്ഷേ എന്നാലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത കേസിൽ എന്താണ്? ടി എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5. ടി എന്നുള്ള പോയിന്റ് എവിടെയാണ്? HP യിലാണ്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് HP യിലാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഇൻ ദ റെഫറൻസ് ലൈൻ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതായത് 5ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനും ടി എന്ന് പറയുന്ന പോയിന്റും എഫ് എന്ന് പറയുന്ന പോയിന്റും എവിടെയാണ്? HP യിലാണ്. ഇഫ് എ പോയിന്റ് ഈസ് ഇൻ HP, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഇൻ ദ റെഫറൻസ് ലൈൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം T ഡാഷും F ഡാഷും റെഫറൻസ് ലൈനിലാണ് വന്നേക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് T ആൻഡ് F എവിടാണ്? ഓൺ HP ആണ്. പക്ഷെ അതിന്റെ ടോപ്പ് വ്യൂ, ടിയുടെ ടോപ്പ് വ്യൂ നോക്കി എവിടെ? XY ലൈനിന്റെ താഴെയാണ്. എഫിന്റെ ടോപ്പ് വ്യൂ എവിടാണ്? XY ലൈനിന്റെ മേളില്. കാരണം എന്താണ്? ടിയുടെ കേസിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിരുന്നു. അതേസമയം എഫിന്റെ കേസിൽ എന്തായിരുന്നു? പോയിന്റ് F എന്ന് പറയുന്നത് ബിഹൈൻഡ് VP ആയിരുന്നു. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ ടോപ്പ് വ്യൂ താഴെ വരികയും മേളിൽ വരികയും ചെയ്യുന്നത്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7 and 8. പോയിന്റ് G എന്നുള്ള പോയിന്റ് എവിടെയാണ്? VP യിലാണ്, ഓൺ VP യിലാണ്. ജിയും എച്ചും VP യിലാണ്. അപ്പൊ VP യിലാണെങ്കിൽ വന്ന വ്യത്യാസം എന്താണ്? ജിയും എച്ചും, അതായത് ടോപ്പ് വ്യൂ വിൽ ബി ഓൺ ദ XY ലൈൻ. അപ്പൊ ഈ TFGH എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, TFGH എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ടിയും എഫും എവിടാണ്? HP യിലാണ്. HP യിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിലായിരിക്കും. അതേസമയം ജിയും എച്ചും എവിടാണ്? VP യിലാണ്. VP യിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എവിടെ ആയിരിക്കും വരുന്നത്? ടോപ്പ് വ്യൂ വിൽ ബി ഓൺ ദ റെഫറൻസ് ലൈൻ. ഓക്കെ, ഇത്ര ക്ലിയർ ആണോ? ദീപക്, ഇത്ര പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ദെൻ എല്ലാരും അടുത്ത പേജ് എടുത്തേ. അടുത്ത പേജ്
പേജ് നമ്പർ 2.5, പ്രോബ്ലം 2.3. അവിടെ തന്നേക്കുന്ന എന്താണ്? ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പ്രൊജക്ഷൻസ് ഇൻ വേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദി പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ആ പിക്ചർ വെച്ചിട്ട് നിങ്ങൾ പറയണം അത് ഏത് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, സോ ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഓക്കെ, അക്ഷയ് ഉണ്ടോ? മെക്കാനിക്കൽ അക്ഷയ്? ഹലോ അക്ഷയ്. ആദിത്യൻ ഉണ്ടോ? ആദിത്യൻ? ഓക്കെ, ആദിത്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? കണ്ടു സാർ. നമ്പർ എത്ര? 2.5 കണ്ടോ? കണ്ടു. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോ എന്റെ സ്ക്രീനിൽ ഞാൻ വരയ്ക്കുന്ന പോലാണോ എന്ന് പറയണം. ദിസ് ഈസ് എ, ദിസ് ഈസ് എ ഡാഷ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് ആദിത്യ അവിടെ? 15 അല്ലേ? 15. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 42. ഈ ഡിസ്റ്റൻസ് 42. കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമുക്ക് ക്വസ്റ്റ്യൻ തരുമായിരുന്നു, ഈ പിക്ചർ നമ്മൾ വരയ്ക്കുമായിരുന്നു, ഫിഗർ നമ്മൾ വരയ്ക്കുമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പോയിന്റ് എ എവിടാണ്, അല്ലെങ്കിൽ ഏത് ക്വാഡ്രന്റിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂ എവിടാണ്, ടോപ്പ് വ്യൂ എവിടാണെന്ന് നോക്കണം. ആദിത്യ, ഫ്രണ്ട് വ്യൂ എവിടാ? ആദിത്യ, ഫ്രണ്ട് വ്യൂ എവിടാണ്? എബവ് XY ലൈൻ ആണോ, ബിലോ XY ലൈൻ ആണോ? ഇതിൽ ഏതാണ് ഫ്രണ്ട് വ്യൂ എന്ന് അറിയാമോ ആദിത്യന്? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നപ്പോ ശ്രദ്ധിക്കുമായിരുന്നോ? XY above below XY ലൈൻ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഏതാണ് ഫ്രണ്ട് വ്യൂ? ഏതാണ് ഇതിൽ? എ ഡാഷ് ആണോ ഫ്രണ്ട് വ്യൂ, അതോ എ ആണോ ഫ്രണ്ട് വ്യൂ? എ ഡാഷ്. എ ഡാഷ് ആണോ ഫ്രണ്ട് വ്യൂ? ആര് പറഞ്ഞു? ബിലോ XY ലൈൻ അല്ലേ? ഇതിൽ ഏതാണ് ഫ്രണ്ട് വ്യൂ? ഏതാണ്? എ ഡാഷ് ആണോ എ ആണോ ഫ്രണ്ട് വ്യൂ? അതാദ്യം പറ. സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ എ ഡാഷ് എന്നുള്ളതാണ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂ എന്നുള്ളത് ഏതാണ്? ബിലോ XY ലൈൻ ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി, ബിലോ XY ലൈൻ. ഇനി ഈ സ്മോൾ എ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദി ടോപ്പ് വ്യൂ. ആണോ ആദിത്യ? ശരിയാണോ? ആണ്. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ എന്നുള്ളത് എവിടാണ്? എബവ് XY ലൈൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈൻ ആണ്, ടോപ്പ് വ്യൂ എബവ് XY ലൈൻ ആണ്. അപ്പൊ ആർക്കെങ്കിലും പറയാമോ ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കുമെന്ന്? ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈൻ ആണ്, ടോപ്പ് വ്യൂ എബവ് XY ലൈൻ ആണെങ്കിൽ ഏത് ക്വാഡ്രന്റ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാം ആർക്കെങ്കിലും? തേർഡ് ക്വാഡ്രന്റ്. കറക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി തേർഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ക്വാഡ്രന്റ് ഒന്ന് വരച്ചു നോക്കണം ആദ്യം. ഓക്കെ, അതായത് നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് മൈ ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഞാൻ തേർഡ് ക്വാഡ്രന്റിൽ അതേ പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റിന്റെ പേരെന്താ കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ എ എന്നാ കൊടുക്കേണ്ടത്. സോ ദിസ് ഇസ് ക്യാപിറ്റൽ എ. ഓക്കെ, ഫ്രണ്ട് വ്യൂ താഴെയാ. ഫ്രണ്ട് വ്യൂ താഴെ വരണമെങ്കിൽ ബിലോ HP. അപ്പൊ ബിലോ HP എത്രയാണെന്ന് നോക്ക്. ബിലോ HP എത്രയാണ്? 42. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് 42. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 42 മില്ലിമീറ്റർ ബിലോ HP. ആൻഡ് ബിഹൈൻഡ് VP എത്രയാണ്? ബിഹൈൻഡ് VP എന്ന് പറയുന്നത് 15 ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 15. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് എ 42 millimeter below HP and 15 millimeter behind VP. എല്ലാവരും എഴുതിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
draw the projection of point A. Draw the projection of point A 42 millimeter below HP. 42 millimeter below HP and 15 millimeter behind VP. 42 millimeter below HP and 15 millimeter behind VP. ക്ലിയർ ആണോ ആദിത്യൻ? മനസ്സിലായോ പറഞ്ഞത്? Yes, sir. ഓക്കെ, ശരി. മൈക്ക് ഓഫ് ചെയ്തോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അലൻ ഉണ്ടോ? അലൻ അലൻ ഹലോ അലൻ? അലൻ ഇല്ല. ആൽവിൻ, ആൽവിൻ ഉണ്ടോ? ആൽവിൻ? ആൽവിൻ അക്ഷയ് ഉണ്ടല്ലോ. അക്ഷയ് ഉണ്ടോ? അക്ഷയ്? അക്ഷയ് ഇല്ല. അലൻ ഇല്ല. ആൽവിൻ ഇല്ല. ഓക്കെ, ആസാഫ് ഉണ്ടോ? ആസാഫ്? ആസാഫ് ആസാഫ് ഇല്ല. ഡാൻ ഉണ്ടോ? ഡാൻ? ഡാൻ ഉണ്ടോ? ഡാൻ ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഓക്കെ, സോ ഡാൻ രണ്ടാമത്. സാറേ അലനുണ്ട് സാറേ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടായിരുന്നു. മൈക്ക ഇങ്ങനെ വർക്കായില്ലായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഇട്ടേ. അലൻ അലൻ ആ, അലൻ ഉണ്ട്. ഓക്കെ, അലൻ ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തേ. എടുത്ത് സാറേ. ഡാനിന്റെ മൈക്ക് ഓഫ് ചെയ്തോ. ഡാൻ മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ, അലൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഇവിടെ സ്ക്രീനിൽ വരയ്ക്കുന്ന പോലാണോ അവിടെ ഒന്ന് പറയണം. ഓക്കെ, പറയാം സാറേ. ഓക്കെ, സോ XY ലൈൻ വരച്ചു. ദിസ് പോയിന്റ് ഈസ് B. ദിസ് ഈസ് B ഡാഷ്. ഓക്കെ, ആൻഡ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് അവിടെ? 35. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബി എന്ന് പറഞ്ഞാല് ഇത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. ആണോ അലൻ? ശരിയാണോ? ഓക്കെ, സോ ഈ ബി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്, ബി ഡാഷ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇവിടെ സൈഡിലോട്ട് എല്ലാവരും എഴുതുക, ഫ്രണ്ട് വ്യൂ എബവ് XY ലൈൻ ആണ്. ഫ്രണ്ട് വ്യൂ എബവ് XY ലൈൻ ആണ്. അതേസമയം ടോപ്പ് വ്യൂ എവിടാണ്? ടോപ്പ് വ്യൂ XY ലൈനിലാണ്. ഓക്കെ, പറയാമോ അലൻ? ഇതിന്റെ പൊസിഷൻ പറയാമോ? അതായത് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ പറയാൻ പറ്റുമോ അലന? സാറേ ബിലോ VP ആണ്. ബിഹൈൻഡ് VP ആണ്. അല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ബി 35 mm above HP ആണ് സാറേ. 35 mm above HP ആണ്. And 35 mm behind VP. അല്ലല്ല, തെറ്റാ. ഓക്കെ, നോ പ്രോബ്ലം. അതിലൊന്നും പ്രോബ്ലം ഇല്ല. ഓക്കെ, അടുത്തത്. നോ പ്രോബ്ലം. മൈക്ക് ഓഫ് ചെയ്തു. ഓക്കെ, ആസാഫ് ഇല്ല. ഓക്കെ, ഡാൻ ഡാൻ ഇല്ല. ഡെർബി ഉണ്ടോ? ഡെർബി
യെസ് സാർ ഉണ്ട്. ഡെർബിക്ക് പറയാൻ പറ്റുമോ? യെസ് സാർ. ഡെർബി എന്നാ പറയാമോ ഇതിന്റെ? പറയാമോ? സാർ പോയിന്റ് ബിയുടെ പൊസിഷൻ പറയാമോ? പറയാൻ പറ്റുമോ? പോട്ടെ, ആർക്കെങ്കിലും പറയാമോ? ഇതിൽ ആർക്കെങ്കിലും പറയാമോ? Sir, above HP and on VP. എബവ് എച്ച് പി, അതായത് പോയിന്റ് ബി, അതായത് ബി എന്നുള്ള പോയിന്റ് ബി, അതായത് ഫ്രണ്ട് വ്യൂ എബവ് എക്സ് വൈ ലൈനാ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം 35 മില്ലിമീറ്റർ എബവ് എച്ച് പി എന്നാണ്. 35 മില്ലിമീറ്റർ എബവ് എച്ച് പി എന്നാണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂ അതായത് 35 മില്ലിമീറ്റർ എബവ് എച്ച് പി നമുക്ക് കിട്ടി. ഇനി വി പിയുടെ കാര്യം വേണം. വി പിയുടെ കാര്യം വേണമെങ്കിൽ നമുക്കറിയാം ടോപ്പ് വ്യൂ എന്നുള്ള പോയിന്റ് എവിടെയാണ്? ടോപ്പ് വ്യൂ എന്നുള്ള പോയിന്റ് എക്സ് വൈ ലൈനിലാണ്. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ വരണമെന്നുണ്ട്. അതായത് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണല്ലോ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യൂ എക്സ് വൈ ലൈനിൽ വരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പോയിന്റ് എവിടെ വരണം? പോയിന്റ് വി പിയിൽ വരണം. ഓക്കെ, ദീപക് പറഞ്ഞത് കറക്റ്റ് ആണ്. സോ ഓൺ വി പി. ഓക്കെ, ഓൺ വി പി. അപ്പൊ എല്ലാവരും എഴുതിക്കുക രണ്ടാമത്തേത്. ഓക്കെ, പോയിന്റ് ബി ഈസ്, എല്ലാവരും എഴുതുക രണ്ടാമത്തേത്. പോയിന്റ് ബി ഈസ് 35 millimeter above HP, 35 millimeter above HP and on VP. ഓക്കെ, ഇനി എല്ലാവരും മൂന്നാമത്തേത് നോക്കിയേ. അപ്പൊ ഞാൻ ഇനി ഓരോരുത്തരോട് ചോദിക്കുന്നില്ല. മൂന്നാമത്തേത് നോക്കിയിട്ട് ആർക്കാണോ അറിയാവുന്നത് ഞാൻ അവരോട് എല്ലാവർക്കും ഒരു മിനിറ്റ് സമയം തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. ഓക്കെ, സോ ഇതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സി ഡാഷ്, അതായത് ഫ്രണ്ട് വ്യൂ താഴെയാണ് സി ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ എവിടാണ്? ബിലോ എക്സ് വൈ ലൈൻ ആണ്. അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ബിലോ എക്സ് വൈ ലൈൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എപ്പോഴാണ് ഏത് ക്വാഡ്രന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടും താഴെ വരുന്നത്, ബിലോ എക്സ് വൈ ലൈൻ വരുന്നത്. ആർക്കെങ്കിലും പറയാമോ? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്, ശരിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പൊസിഷൻ പറയാമോ എങ്ങനെയാന്ന് ആർക്കെങ്കിലും? Sir, 18 mm below HP and 36 mm in front of VP. 18 mm below HP. തെറ്റാണ് പറഞ്ഞത്. 18 mm ബിലോ എച്ച് പി എന്ന് പറയുന്നത് തെറ്റാണ്. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിലോ എച്ച് പി അല്ലെങ്കിൽ എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ ഫ്രണ്ട് വ്യൂ എത്ര ഡിസ്റ്റൻസ് ആണ്? 36 ആണ്. ആർക്കെങ്കിലും പറയാമോ? 36 mm below HP. Okay. 18 mm in front of VP.
കറക്റ്റ്. ആരാ പറഞ്ഞത്? അതാരാ പറഞ്ഞേ? ഇപ്പൊ സംസാരിച്ചത് ആരായിരുന്നു? അശ്വിൻ. അശ്വിൻ. അശ്വിൻ ഏതാ? അശ്വിൻ കെ ആണോ അതോ അശ്വിൻ എം പിയോ? അശ്വിൻ ഹരിയോ? ആരാ? ഏത് അശ്വിന്? കുറെ അശ്വിൻ കൃഷ്ണ അശ്വിന്മാർ. സർ. അശ്വിൻ കൃഷ്ണ എന്ന് പറയുന്ന സിവിലെ അല്ലേ? സിവിലെ അശ്വിൻ കൃഷ്ണ അല്ലേ? അതെ സർ. ഓക്കെ. അപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് 36 മില്ലിമീറ്റർ ബിലോ HP. കാരണം ഇവിടെ ഫ്രണ്ട് വ്യൂ നോക്കണം. ഫ്രണ്ട് വ്യൂ എവിടാണ്? ഫ്രണ്ട് വ്യൂ ആണ് 36 മില്ലിമീറ്റർ ബിലോ. ദാറ്റ് മീൻസ് 36 മില്ലിമീറ്റർ ബിലോ HP. ആൻഡ് ടോപ്പ് വ്യൂ എവിടാണ്? ടോപ്പ് വ്യൂ 18 മില്ലിമീറ്റർ. ഫോർത്ത് ക്വാഡ്രന്റ് ആവുമ്പോ എങ്ങനെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് VP. ദീപക്കെ മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായി സാർ. ഞാൻ ആദ്യം അങ്ങനെ സാർ എഴുതി, പിന്നെ എനിക്ക് ഡൗട്ട് തോന്നി, ഞാൻ തിരുത്തിയത്. എഴുതിയത് അങ്ങനെയാണെങ്കിലും എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞത് 18 മില്ലിമീറ്റർ ബിലോ HP എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? പറഞ്ഞേ ഇപ്പൊ ക്ലിയർ ആയോ? ആയി സാർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും നോക്കിയ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ എല്ലാവരും നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫ്രണ്ട് വ്യൂ എവിടാണ്, ടോപ്പ് വ്യൂ എവിടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കി, ഇവിടെ ടോപ്പ് വ്യൂ, അതായത് XY ലൈനിന്റെ താഴെയാണ് ടോപ്പ് വ്യൂ. ആൻഡ് ഫ്രണ്ട് വ്യൂ എവിടാണ്? ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ്. ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ്. ടോപ്പ് വ്യൂ എവിടാണ്? ടോപ്പ് വ്യൂ ബിലോ XY ലൈനാണ്. ആർക്കെങ്കിലും പറയാമോ? സാർ 19 mm in front of VP and on HP. 19 mm in front of VP and on HP. ഓക്കെ, കറക്റ്റ് ആണ്. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, സോ പോയിന്റ് ഡി 19 mm in front of VP, 19 mm in front of VP and 19 mm in front of VP and on HP. On HP വരാൻ കാര്യം എന്താണ്? ബിക്കോസ് ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ്. ഫ്രണ്ട് വ്യൂ XY ലൈനിൽ വരണമെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കണം? പോയിന്റ് HP-യിലായിരിക്കണം. ഓക്കെ, ഇനി എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ എടുത്തേ. അടുത്ത് 1, 2, 3, 4, അടുത്ത് അഞ്ചാമത്തേത്. എല്ലാവരും നോക്കിയേ, അഞ്ചാമത്തേത് എടുത്തേ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ E', അതായത് ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ മുകളിലാണ് ആൻഡ് ടോപ്പ് വ്യൂ XY ലൈനിന്റെ താഴെയാണ്. ഏത് ക്വാഡ്രന്റിലാണെന്ന് പറയാം? ഫസ്റ്റ് ക്വാഡ്രന്റ്. കറക്റ്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആവാൻ കാര്യം എന്താണ്? ഹിയർ ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി പോയിന്റിന്റെ ലൊക്കേഷൻ പറയാമോ ആർക്കെങ്കിലും? പോയിന്റ് പറയാമോ? 32 mm above HP. ഓക്കെ 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 25 mm in front of VP. ഓക്കെ, കറക്റ്റ് ആണ്. അതാരാ പറഞ്ഞത്? Sharon. Ashwin M sir. ആരാണ് പറഞ്ഞത്? ഷാരോൺ. Sir, Ashwin M പറഞ്ഞു. ഓക്കെ, അശ്വിൻ M. ഓക്കെ, അശ്വിൻ M എന്ന് പറയുന്നത് സിവിലെ അല്ലേ? സിവിലെ അശ്വിൻ M അല്ലേ? Yes sir. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്.
So point E is 32 millimeter above HP, 32 mm above HP, and 25 mm in front of VP. Okay. Okay. അപ്പൊ ഇനി നമുക്ക് ഗേൾസിനോട് അവസരം കൊടുക്കണം. നിങ്ങൾ ബോയ്സ് ആണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് അവർക്കൂടെ ചാൻസ് കൊടുക്കണം. അടുത്തത് ഇനി 1, 2, 3 അടുത്ത 3 പ്രോബ്ലം ഉണ്ട്. ഇത് ഗേൾസിൽ നിന്ന് ആരെങ്കിലും പറയണം. ഓക്കെ, നിങ്ങൾ ബോയ്സ് പറയണ്ട ഇനി. ഓക്കെ, അടുത്ത 3 ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ XY ലൈൻ വരച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. This point is F, this is F, and this is F dash. Okay, and this is 25. E distance 25 ആണ്. Then E distance എത്രയാണ്? This distance is 30. Okay. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എഫ് ഡാഷ്, അതായത് എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. സോ ഹിയർ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ. ഓക്കെ, ഗേൾസിൽ ആർക്കെങ്കിലും പറയാമോ ഇത് ഏത് ക്വാഡ്രന്റ് ആണ്, പിന്നെ അതിന്റെ പൊസിഷൻ പറയാമോ? Point F is 25 millimeter above HP and 30 millimeter behind VP. ഓക്കെ, അതായത് ഏത് ക്വാഡ്രന്റ് ആണിത്? ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ്? ഹൃദ്യ സർ. ഹൃദ്യ. ഓക്കെ, ഏത് ക്വാഡ്രന്റ് ആണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണിത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, അതായത് ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബവ് XY ലൈൻ വരണമെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സോ സെക്കൻഡ് ക്വാഡ്രന്റില് എഫ് ഡാഷ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 25 millimeter എബവ് XY ലൈൻ ആണ്. ദാറ്റ് മീൻസ് 25 millimeter എബവ് HP. ഓക്കെ, എബവ് HP. ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റില് ടോപ്പ് വ്യൂ ബിഹൈൻഡ് VP ആണ്. സോ 30 mm. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ശരി, 30 mm behind VP. Okay, so next question. Point G. So this is XY line and this is G dash. Okay, and this point is G. This point is G. Okay, and this distance is 46. This distance is 46. This distance is 46. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് G ഡാഷ്, അതായത് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എവിടാണ്? ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ ദി XY ലൈൻ. ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ്. ആൻഡ് വേർ ഈസ് ദ ടോപ്പ് വ്യൂ? ടോപ്പ് വ്യൂ വിൽ ബി 46 millimeter above XY ലൈൻ. ഓക്കെ, സോ ആർക്കെങ്കിലും പറയാമോ? ഗേൾസോ ബോയ്സോ ആർക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, Sir, 46 millimeter behind VP and on HP. ഓക്കെ, അതായത് പോയിന്റ് G ഓൺ HP ആണ്. ഓക്കെ, ഓൺ HP വരാൻ കാര്യം എന്താണ്? ബിക്കോസ് ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ്. ഫ്രണ്ട് വ്യൂ XY ലൈനിലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പോയിന്റ് എവിടെയാണ്? പോയിന്റ് HP യിലാണ്. ആൻഡ് ടോപ്പ് വ്യൂ മുകളിൽ വന്ന്, അതായത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ വരണമെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കണം? 46 millimeter behind VP ആയിരിക്കണം. ഓക്കെ, കറക്റ്റാ പറഞ്ഞത്. 46 millimeter behind VP. 46 millimeter behind VP. Okay, then last question. Okay, എല്ലാവരും നോക്കി വെച്ചേക്കുക. ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ ഈ ഫിഗർ വരച്ചു കഴിഞ്ഞ വരെ സമയമുണ്ട്. ഓക്കെ, സോ XY ലൈൻ വരച്ചു. So this is H. Sorry, idalla H idalla. So this is my XY line and this point is H and this is H dash
ആൻഡ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് 28. സോറി, അങ്ങനെ അല്ലല്ലോ കൊടുത്തേക്കുന്നത്. ഓക്കെ, അവിടെ ഒരു 14 കൊടുത്തിട്ടുണ്ട്, അത് നോക്കണ്ട നിങ്ങൾ. 14 വേണ്ട, h എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഡിസ്റ്റൻസ് 28. ഓക്കെ, ഇത്ര നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈൻ ആണ്. ആൻഡ് ടോപ്പ് വ്യൂ എവിടാണ്? ടോപ്പ് വ്യൂ XY ലൈനിലാണ്. നിങ്ങളുടെ ബുക്കിൽ ആ 14 കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ബുക്കിൽ 14 ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ട് സാർ. ആ 14 അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. ആ 14 വേണ്ട, ആ 14 അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ആർക്കെങ്കിലും പറയാമോ? ഇത് പറഞ്ഞോ. 28 മില്ലിമീറ്റർ. ഓക്കെ, അത് കറക്റ്റ് ആണ്. 28 മില്ലിമീറ്റർ ബിലോ HP കറക്റ്റ് ആണ്. പിന്നെ ഓൺ VP. ഓക്കെ, ഓൺ VP ആണ്. കാരണം VPയിൽ വരാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് വ്യൂ XY ലൈനിലാണ്. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ XY ലൈനിൽ കിട്ടണമെങ്കിൽ എപ്പോഴും ആ പോയിന്റ് എവിടെ ആയിരിക്കണം? പോയിന്റ് വിൽ ബി ഓൺ VP. ഓക്കെ, സോ H ഈസ് 28 മില്ലിമീറ്റർ ബിലോ HP ആൻഡ് ഓൺ VP. ഓക്കെ, അത് പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഏത് പോർഷൻ ആണ്? നമ്മുടെ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് സമയമുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പാർത്ഥിവ് ഉണ്ടോ? പാർത്ഥിവ് ക്ലിയർ ആണോ പറഞ്ഞതെല്ലാം? ക്ലിയർ സാർ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് എല്ലാം ക്ലിയർ ആണോ? സാർ ക്ലിയർ. പോയിന്റ് ഓൺ HP, പോയിന്റ് ഓൺ VP, പോയിന്റ് ഓൺ ബോത്ത് HP ആൻഡ് VP എല്ലാം ക്ലിയർ ആണോ? കുഴപ്പമില്ല സാർ, മനസ്സിലായി. സംശയമില്ല ഒന്നും? ഇല്ല. ഓക്കെ ശരി. ഓക്കെ സാർ. ഓക്കെ ശരി, അപ്പൊ ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ.